ഗായ്സ് അസ്സലാം വലൈക്കും. രാവിലെ തന്നെ പത്തിരി പരിപാടി കേട്ടോ. കൈമക്ക പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഇമ്മ കുഴച്ചിങ്ങാണ്ട് ഉരുളൂട്ടി അമർത്തി കല്ലുമ്മ അമർത്തി തരും. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ പരത്തിങ്ങാണ്ട് ചൂടും. അപ്പോൾ ഒക്കെ കുറച്ചുകൂടെ പരത്തി വെച്ചിട്ട് ഇനിയുണ്ട് കുറേ ചൂടാണ്. പരത്തി വെച്ചതാണ്. ഇതിന് പരത്തല്ലതാണ്. ഇതിന് കുഴക്കാനുള്ളത്, കുഴച്ച് ഉരുളട്ടാനുള്ളത്. പണി തുടങ്ങട്ടെ. മുട്ടക്കറി ഇവിടെ റെഡിയായി. കുട്ടികൾ മദ്രസൊക്കെ വിട്ടുന്ന ചാടിയൊക്കെ കഴിഞ്ഞില്ലേ? ഇവൾക്ക് പത്തിരി ഇഷ്ടാട്ടോ. ഇഷ്ടല്ല പത്തിരി? ഏണോ തിന്നിട്ടില്ല. പത്തിരി മൂന്നെണ്ണോ? ചാറിങ്ങനെ ആ കൂട്ട് പോയാണ്ട് പോയി മുട്ട എടുക്കും. നോക്കി ഒരു മുട്ടയുള്ളൂ. ഒന്നും പാടെ കിട്ടണമെങ്കിൽ അമ്മ പൊടിച്ചിട്ടാണ് ഇട്ടുക്ക് നോക്ക് കേട്ടോ. വിടണ്ട. അങ്ങനെ നമ്മള് പണിക്ക് പോവാണല്ലേ? ചാടി കഴിഞ്ഞ് പാറി എന്തേലും പണിക്ക് പോവുകയാണ്. പോട്ടെ. നേരം വൈകിക്കുന്നത്. നേരം വൈകി. പോട്ടെന്നാ. ടാറ്റ. ടു പോയിക്കോളി. ഹെൽമെറ്റ് വേണ്ടേ? ഹെൽമെറ്റ് ഇവിടെ നല്ല വെയില. രാവിലെയൊക്കെ നല്ല തണുപ്പും രാത്രി നല്ല തണുപ്പും പകൽ നല്ല വെയിലും. ഇതാണ് നമ്മളെ സൈറ്റ്. 3-ാം നിലയുടെ മേലെയാണ് സൈറ്റ്. കണ്ടോ? പൊരി വെയിലാണ്. ഒരു മരങ്ങളൊന്നുമില്ല. ആ ബിൽഡിങ്ങിൻ്റെ നേരെ മരമല്ല. നമ്മളിവിടെ പെയിൻറ്റിങ് ആണ് കേട്ടോ. വേറെ ആരുമില്ല. ഇവിടെയാണ് നമുക്ക് പണി. ഇന്നത്തെ വർക്കാട്ടത്. ഇത് കണ്ടോ? ഇത് നമ്മൾ പെയിൻ്റ് അടിയിലാണ്. ഞാൻ ഒറ്റക്ക് തന്നെ ഉള്ളു, വേറെ ആരുമില്ല. ഒറ്റക്കാണ്. ഈ പണിക്കൊന്നും ആരും പോകരുത് കേട്ടോ. ഈ വെൽഡിങ്ങിൻ്റെ പണിക്കൊന്നും. പൊരി വെയിലാണ്. പൊരി വെയിലാണ്. ഞങ്ങള് ഇന്നലെ പോയതുകൊണ്ട് ശരിയായില്ല. അപ്പൊ സ്കാനിങ്ങും ഡോക്ടറെ കാട്ടിയ ദിവസം ഞാനൊന്ന് ചെയ്യാനുണ്ട്. പണിക്കൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം സ്കാനിൻ്റെ അവിടെ തിരക്കേനി. പിന്നെ റിസൾട്ട് വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ കഴിച്ചിട്ട് ചാവച്ചാൽ മതിയാണ്. മധുരം കുറവാ? അത് ഷുഗറായതുകൊണ്ട് മധുരമില്ല. തണുപ്പില്ലല്ലോ. ഞാൻ ചായ പറഞ്ഞു സർവത്താണല്ലോ. ഒരു വട്ടം ഇവിടെ നിന്ന് രാവിലെ ചായയും പപ്സൊക്കെ തിന്നു പോന്നല്ലേടാ. ഞാൻ തിന്നാൻ കുത്തിരിക്കല്ലേ? അപ്പം റിസൾട്ട് കിട്ടിയിട്ട് വേണം നേരെ ഡോക്ടറെ കാട്ടാന്ന്. പലത്ത് ഷന്നുണ്ട്. ഓളവിടെ പോയി നിൽക്കുന്നു. ഏതായാലും ഡോക്ടറെ കാട്ടാൻ പോകട്ടെ. റിസൾട്ട് കിട്ടിയില്ല. ഇപ്പൊ സർവത്താട്ടോ. നല്ല രസാട്ടത്. നല്ലതാണ് സർവത്ത്. ചോയാണ്. എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ചായ. ഞാൻ നോക്കിയതാണ്. എന്നാ കടി എടുത്തോ. ഉള്ളിവട ഉണ്ട്, പഴംപൊരി. വലിയ ക്ലാസ് ലാഭം നോക്ക്. അതുകൊണ്ടാ പറഞ്ഞ വലിയ ക്ലാസ് കിട്ടും വിചാരിച്ചിട്ടാ.
ചായ ഇട്ടില്ല, ചായ എടുക്കണുള്ളൂ, കടി ഇവിടെ പകുതിയായി. ചായ ചായന്റെ ആൾ അവിടെയാണോ? നമ്മൾ ജോസിന്റെ ആളോട് പറഞ്ഞിട്ടിരുന്നിട്ട് അവിടെ കാത്തിരിക്കുന്നു. ഇപ്പോഴപ്പ കാക്ക കേക്കണം ഓല കൂടിയായിരിക്കും. നമ്മളെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഹോസ്പിറ്റലിക്ക് ഇന്നലെ ബുക്ക് ചെയ്ത് പോയി, 19 നമ്പർ. അപ്പൊ ചീട്ട് കൊടുത്ത് പൈസ കൊടുത്ത് അപ്പൊ ഇവിടെ അങ്ങനെ വെയിറ്റ് എടുക്കാം അല്ലേ? അടങ്ങിക്കണ്ട. അപ്പൊ നമ്മള് ഡോക്ടറെ അവിടെ പോയപ്പോ ഫുള്ള് തിരക്കാട്ടോ. ഉമ്മ പോയി സ്കാനിന്റെ റിസൾട്ട് വാങ്ങാന്ന് പറഞ്ഞത്. അപ്പൊ ഇനി ഏതായാലും അവിടെ സീറ്റും എടുക്കാൻ നമ്മള് സ്കാനിങ് സെന്ററിന്റെ അങ്ങോട്ട് തന്നെ പോവുകയാണ്. ഏതായാലും ഇവിടെ സീറ്റും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചു നേരം കുത്തിരിക്കാം. പിന്നെ സ്കാനിങ് റിസൾട്ട് കിട്ടിയപ്പോ മറിച്ച് നോക്കി നടക്കേനി കേട്ടോ. എന്താ ഇത് അതിലെ റിസൾട്ട് ഏതാണെന്നോ? അതിലുണ്ട്, ഡോക്ടർക്ക് അറിയുള്ളൂ. എനിക്കറിയാം നോക്കാന്. അവിടെ നിൽക്കാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജിന്നിന്റെ അപ്പം വന്നു തരുമോ ആശുപത്രിക്ക്? വരൂലേ? ആ എന്തേ ഉറക്കം വരേ? മദ്രസന്ന് വന്നേക്കിന് പിടിച്ചളിച്ച് കൊടുന്നാണ്. മറ്റോനെ അവിടെ നിന്നും ചെയ്തിരിക്കുന്നു. ഇഞ്ഞോ മേലാ വരൂലെന്ന് അറിയുന്നത്. അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ പോയി വന്നു. അപ്പോൾ പോയപ്പോൾ നല്ല ഊറ്റത്ത് പോയതാ. പക്ഷെ വിചാരിച്ച മാതിരിയല്ല. അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കണം. നാളെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ ഏതായാലും പെട്ടെന്നായി. ലേറ്റ് ആവാൻ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നാളെ പോയി അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഇന്നേ ഒപ്പം ഉണ്ടായിരുന്നു. ഇന്ന് കാകെ പേടിച്ചിരുന്നു. ഞാൻ അതില്ലാതെ അപ്പം പെട്ടെന്ന് നമ്മളിവിടെ വേദന നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്ര വിഷയമല്ലേ. പക്ഷെ നമ്മൾ നേരത്തെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഇടങ്ങേറ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.